വെള്ളം എടുത്തിട്ട് മൂർധാവ് മുതൽ കാലെത്തുന്നത് വരെ വെള്ളം ഒഴിക്കും. ഇങ്ങനെ 3 തവണയാണ് ഈ വെള്ളം ഒഴിക്കേണ്ടത്. 3 പ്രാവശ്യം വലത് ഭാഗത്ത്, പിന്നീട് അതേപോലെ 3 പ്രാവശ്യം ഇടത് ഭാഗത്തും വെള്ളം ഒഴിക്കും. ഇനി മയ്യത്ത് നേരത്തെ ചെയ്തതുപോലെ ഇടത് ഭാഗത്തേക്ക് ചേരിച്ചിട്ട് 3 പ്രാവശ്യം കൽപ്പൂരം ചേർത്തിയ വെള്ളം കൊണ്ട് ഇടത് ഭാഗത്തിന്റെ പിൻവശം വെള്ളം ഒഴിക്കേണ്ടതാണ്. അവിടെ കൂടെ ഇനി 3 പ്രാവശ്യം ഇതുപോലെ എനിക്കെടുത്തിയിട്ട് ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ വലത് ഭാഗത്തേക്ക് ചരിച്ച് ഇടത് ഭാഗത്തും തല മുതൽ കാല് വരെ എത്തുന്ന വിധത്തിലാണ് 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നത്. ഇതിപ്പോ കുളിയുടെ പൂർണ്ണമായ ഒരു പ്രാവശ്യം കുളിപ്പിച്ചു എന്ന് പറയാം. ഈ വിധത്തിൽ 3 പ്രാവശ്യം ചെയ്യുന്നതോടുകൂടി കുളി അതിന്റെ സമ്പൂർണമായ രൂപമായി. ഇതാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ രൂപം. ഇത് കഴിഞ്ഞാൽ ഇനി മയ്യത്തിന്റെ ഈ ശരീരത്തിലുള്ള വെള്ളം മുടി കൊഴിഞ്ഞു പോകാത്ത വിധം നേരിയ ഉണങ്ങിയ വസ്ത്രം കൊണ്ട് മയ്യത്തിനെ തോർത്തി കൊടുക്കലാണ് ഇനി ആവശ്യം. സമയത്ത് നനഞ്ഞ ആ മുണ്ട് മാറ്റിയിട്ടാണ് മയ്യത്തിനെ തോർത്താൻ സൗകര്യം. അതുകൊണ്ട് മയ്യത്തിന്റെ ശരീരം കാണാതിരിക്കാൻ വേണ്ടി ഒരു പുതിയ മുണ്ടെടുത്ത് ശരീരത്തിലിട്ട് അടിയിൽ നിന്ന് നേരത്തെ നമ്മൾ കുളിപ്പിച്ചപ്പോൾ ഉപയോഗിച്ച ആ വസ്ത്രം മാറ്റും. അതിന് ശേഷം ഉണങ്ങിയതായ ആ തുണി കൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ചെറിയ വിധത്തിൽ തോർത്തി മയ്യത്തിനെ പൂർണ്ണമായും വെള്ളം ഒഴിവാക്കി ഇരിക്കണം. അതിന് ശരീരം മുഴുവനും തുടച്ച് വെള്ളം നീക്കിയതിൻ്റെ ശേഷം കട്ടിൽ മാറ്റാൻ സൗകര്യപ്പെടുമെങ്കിൽ അതാണ് ഉചിതം. കാരണം ഈ കട്ടിൽ ഇതുവരെ നമ്മൾ കുളിപ്പിച്ചപ്പോൾ നനഞ്ഞതും ഒരു പക്ഷേ ആ കുളിപ്പിച്ച വെള്ളമൊക്കെ കട്ടിലിന്റെ ഭാഗങ്ങളിൽ നിൽക്കുന്നത് കൊണ്ടും മയ്യത്തിനെ ഒരു പുതിയ കട്ടിലേക്ക് മാറ്റാൻ സൗകര്യപ്പെടുമെങ്കിൽ അതാണ് ഉചിതം. അതുകൊണ്ട് മയ്യത്ത് എടുത്ത് ഒരു പുതിയ കട്ടിലിലേക്ക് കടത്തി. ഇനി അതേ കട്ടിലിൽ തന്നെ മയ്യത്തിനെ വെക്കുന്നത് കൊണ്ടും വിരോധമല്ല. ആ കട്ടിലിന്റെ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. മയ്യത്തിനെ ചരിച്ചു പിടിച്ച് 2 വശങ്ങളും ഒന്ന് തുടച്ച് പഴയ വെള്ളം മയ്യത്തിന്റെ ശരീരത്തിലേക്ക് വരാതിരിക്കാൻ തുടച്ച് അവിടെ തന്നെ വെക്കാവുന്നതാണ്. ഇതോടെ മയ്യത്തിന്റെ കുളി കഴിഞ്ഞു. മയ്യത്ത് കുളിച്ചു കഴിഞ്ഞാൽ സാധാരണ നാം ജീവിതകാലത്ത് കുളിക്കുമ്പോൾ നമുക്ക് സുന്നത്തുള്ളതുപോലെ കുളിയുടെ ശേഷം 2 ഷഹാദത്ത് കലിമയും അതിന്റെ ശേഷമുള്ള ദുആവും, അത് 3 പ്രാവശ്യം ചെല്ലൽ സുന്നത്തുണ്ട്. മയ്യത്തിന് വേണ്ടിയുള്ള കുളിയിലും ഈ സുന്നത്ത് നിലനിൽക്കുന്നു. അപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽഹു മിനത്ത് തവ്വാബീന വജഅൽഹു മിനൽ മുതദഹിരീന വജഅൽഹു മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് 3 തവണ പറയലും സുന്നത്തുണ്ട്. ഇനി മയ്യത്ത് കുളി കഴിഞ്ഞാൽ അടുത്തത് മയ്യത്തിനെ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത്, ഈ വിഷയവും കൂടി ഇതിന്റെ ഭാഗമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കുളിയുടെ കാര്യത്തിൽ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പുരുഷനാണെങ്കിൽ പുരുഷനായ ബന്ധു, സ്ത്രീയാണെങ്കിൽ സ്ത്രീയായ ബന്ധുവാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. ഈ അവസരത്തിൽ കാര്യമായ വ്യത്യാസമൊന്നും കാര്യത്തിൽ പറയാനില്ല. താടി വാർന്നു വെക്കുന്നതും താടി കഴുകുന്നതും ഒക്കെ പുരുഷന്റെ കാര്യത്തിലുണ്ടാകും. സ്ത്രീയുടെ കാര്യത്തിൽ സാധാരണ ജീവിതകാലത്ത് കുളിക്കുന്നത് പോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അങ്ങ് കുളിപ്പിക്കണം. കുളിക്കുന്ന കാര്യത്തിൽ പുരുഷന്റെ കാര്യത്തിൽ മയ്യത്ത് പുരുഷനാകുമ്പോൾ പുരുഷന്മാരായ ബന്ധുക്കളും, മയ്യത്ത് സ്ത്രീയാണെങ്കിൽ സ്ത്രീകളായ അടുത്ത ബന്ധുക്കളുമാണ് കുളിപ്പിക്കേണ്ടത് എന്ന വിഷയം നേരത്തെ നാം ഉണർത്തി. ഇതാണ് കുളി സംബന്ധമായി പറയാനുള്ളത്. ഇനി മയ്യത്ത് കഫൻ ചെയ്യൽ എങ്ങനെ എന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. തക്ഫീൻ അഥവാ കഫൻ ചെയ്യൽ. സ്ത്രീയും പുരുഷനുമായ മയ്യത്തുകൾ കഫൻ ചെയ്യുമ്പോൾ ചില്ലറ വ്യത്യാസങ്ങളുണ്ട്. പുരുഷനെ 3 തുണിയിൽ കഫൻ ചെയ്യലാണ് ഉത്തമമായ രൂപം. നിർബന്ധം ശരീരം മുഴുവനും മറയുന്ന ഒരു തുണിയിൽ കഫൻ ചെയ്താലും മതി. ഇത് സ്ത്രീയാകുമ്പോൾ 5 വസ്ത്രമാണ്. ഒരരയുടുപ്പ്, അതിന്റെ മുകളിലായ കമീസ്, പിന്നീട് ഒരു മക്കന, 2 പുടവയിൽ പൊതിയലും, ഇങ്ങനെ 5 വസ്ത്രം. ഇങ്ങനെ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കഫൻ ചെയ്യുന്നിടത്തുള്ള വ്യത്യാസം ഇതാണ്. ഇനി അതിന്റെ രൂപം എങ്ങനെയെന്ന് ചുരുങ്ങിയ വിധത്തിൽ നമുക്കൊന്ന് കാണാം. പുരുഷനായ ഒരു മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോൾ
ശരീരം മുഴുവനും മറയാവുന്ന വിധത്തിലുള്ള 3 വസ്ത്രം വേണമെന്ന് പറഞ്ഞു. ഈ വസ്ത്രം ആദ്യമായി ഒന്ന് പുകയിക്കൽ, തബുഖീർ എന്ന് പറയും, ഉലുവാൻ പുകയിക്കൽ, അത് ഉത്തമമാണ്. ശേഷം ആ പുടവകൾ വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതാണെങ്കിൽ, അഥവാ വീതിയോ ഭംഗിയോ കൂടുതലും കുറവും ഉള്ളതായിട്ടുണ്ടെങ്കിൽ ഏറ്റവും വീതിയും ഭംഗിയുമുള്ള വസ്ത്രം പുടവ ആദ്യം വിരിക്കുകയും അതിന്റെ മുകളിൽ തൊട്ടടുത്തതും അതിന്റെ മുകളിൽ തൊട്ടടുത്ത സ്ഥാനത്തുള്ളതുമായ പുടവകളാണ് വിരിക്കേണ്ടത്. ജീവിതകാലത്ത് അടിയിലുള്ള വസ്ത്രത്തെക്കാൾ പുറത്തുള്ള വസ്ത്രം ഭംഗിയാവാൻ നാം ആഗ്രഹിക്കുന്നതും നാം സ്വീകരിക്കുന്നതുമായതുപോലെ മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോഴും ഈ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഒരേപോലുള്ള വസ്ത്രമാണെങ്കിൽ ആ കാര്യം ഇവിടെ നാം പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതില്ല. അങ്ങനെ 3 പുടവകൾ പുകയിച്ചതിന്റെ ശേഷം ഒന്നിന്റെ മുകളിലായി ഒന്ന് വിരിക്കും. ആ പുടവകളിൽ ഓരോന്നിന്റെ മുകളിലും അല്പം കൽപ്പൂരം, ഹനൂത്ത് എന്ന് മയ്യത്ത് സംസ്കരണത്തിന് പ്രത്യേകമായി ഉണ്ടാക്കുന്ന ഒരു സുഗന്ധദ്രവ്യമുണ്ട്. ആ ഭസ്മം ഉണ്ടെങ്കിൽ അതും ഓരോ പുടവയുടെയും മുകളിൽ വതറുന്നതും സുന്നത്താണ്. തുണികൾ വ്യത്യസ്തമാണെങ്കിൽ വീതിയുള്ളതും ഭംഗിയുള്ളതുമായ തുണി ആദ്യമെടുത്ത് വിരിക്കും. തുണി വിരിച്ചതിന് ശേഷം അല്പം കൽപ്പൂരം അതിന്റെ മുകളിൽ ബദറൽ സുന്നത്താണ്. ഈ കൽപ്പൂരം വിതറി ശേഷം അടുത്ത തുണിയും ഇതേപോലെ അതിന്റെ മുകളിൽ വിരിക്കും. ഈ തുണിയുടെ മുകളിലും നേരത്തെ പറഞ്ഞതുപോലെ കൽപ്പൂരം അല്പം ബദറിയിരിക്കേണ്ടതാണ്. കൽപ്പൂരം കൊണ്ട് മയ്യത്തിന്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കീടങ്ങൾ കയറാതിരിക്കാനും ശരീരത്തിന് ഉറപ്പ് ലഭിക്കാനും അത് സഹായിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. 3ാമത്തെ തുണിയും തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിലും നേരത്തെ വതറിയതായ കൽപ്പൂരം അല്പം വതറിയിരിക്കണം. ഇത് വതറിയതിന്റെ ശേഷം ഇനി മയ്യത്തിന്റെ പിൻഭാഗത്ത് അല്പം പരുത്തി ഉറപ്പിച്ചു വെക്കുന്നതിന് സഹായകമായി ഒരു കെട്ട് സുന്നത്തായി ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട്. കൽപ്പൂരം പതറിയതായി പരുത്തി പിൻഭാഗത്ത് വരുന്ന വിധത്തിൽ വെച്ചതിന്റെ ശേഷമാണ് മയ്യത്ത് ഈ പുടവയുടെ മുകളിൽ കിടത്തുന്നത്. ഇനി നമുക്ക് കഫൻ ചെയ്യാനുള്ള മയ്യത്തിനെ പുടവയിലേക്ക് കൊണ്ടുവന്ന് കടത്തലാണ് അടുത്ത ഇനം. ആദ്യ ഭാഗം എന്ന നിലക്ക് നേരത്തെ നാം മുകളിൽ വിരിച്ച ആ വസ്ത്രം പഞ്ഞി മയ്യത്തിന്റെ നഗ്നഭാഗത്ത് പ്രസ് ചെയ്യുന്ന വിധത്തിൽ 2 കഷ്ണങ്ങൾ പരസ്പരം കൂട്ടിക്കെട്ടി ഭദ്രമാക്കും. ഈ കഷ്ണവും ആ കഷ്ണവും കൂടി കെട്ടിയിട്ട് അത് ഉറപ്പിച്ചതിന്റെ ശേഷം ഇതുപോലെ മറുഭാഗത്തുള്ള